നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. പുഴയ്ക്കൽ മുതൽ അമല വരെയുള്ള വാഹനയാത്ര ദുരിതപൂർണമായി. PWD അധികൃതരുടെ നിസ്സംഗതയും അനാസ്ഥയും മൂലം റോഡ് അപകടാവസ്ഥയിൽ. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്നത് 100ഓളം അന്യസംസ്ഥാനക്കാരായ രോഗികൾ. അന്യസംസ്ഥാനക്കാരായ അന്തേവാസികളെ കൈമാറാനുള്ള നടപടികൾ ഇഴയുന്നു. സംസ്ഥാനത്ത് മൃഗജനന നിയന്ത്രണ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചു. തെരുവുനായ ശല്യം ഭീഷണിയായി മാറുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പദ്ധതിയിലെ പ്രായോഗികത സർക്കാരിന് വെല്ലുവിളിയാകുന്നു. തൃശൂർ ബിഗ് ബസാർ സൂപ്പർ മാർക്കറ്റിനെതിരെ തൃശൂർ ഉപഭോക്തൃ കോടതി ഉത്തരവ്. പ്രദർശിപ്പിച്ച തുകയേക്കാൾ കൂടുതൽ തുക ഈടാക്കിയതിന് ബിഗ് ബസാർ 10,000 രൂപ നഷ്ടപരിഹാരം നൽകണം. മുസ്ലിം ലീഗിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തുമാറ്റണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ. പാഠപുസ്തക വിവാദത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും രാധാകൃഷ്ണൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. PWD അധികൃതരുടെ നിസ്സംഗതയും കെടുകാര്യസ്ഥതയും മൂലം ദുരിതപൂർണമാവുകയാണ് പുഴയ്ക്കൽ മുതൽ അമല വരെയുള്ള വാഹനയാത്ര. പുഴയ്ക്കൽ അമല റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഈ പ്രതിസന്ധിക്കിടയാക്കിയത്. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ സർവീസ് നടത്തുന്നതുമൂലം പല സ്ഥലങ്ങളിലും റോഡ് താഴ്ന്നുപോയ നിലയിലാണ്. ഇങ്ങനെ താഴ്ന്നും ഉയർന്നും നിൽക്കുന്ന സമാന്തരമല്ലാത്ത റോഡിലൂടെ ചെറുവാഹനങ്ങൾ വേഗത്തിൽ വരുമ്പോൾ ഉയർന്നു ചാടുന്നതും നിയന്ത്രണം വിട്ട് അപകടത്തിനിടയാക്കുന്നതും പതിവാണ്. ഈ റോഡിന്റെ ദയനീയ സ്ഥിതി അറിയാതെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങളാണ് മിക്കപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. മുതുവറ സെന്ററിന് സമീപവും വിലങ്ങൻകുന്ന് കയറ്റത്തിന് സമീപവുമുള്ള വലിയ ഗട്ടറുകൾ ഈ റോഡിലൂടെയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാക്കുന്നു. റോഡിന്റെ നടുവിലുള്ള ഗട്ടർ ഒഴിവാക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നതും അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. മഴ പെയ്താൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം ഗട്ടർ വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാറുമില്ല. ഈ റോഡിന്റെ ദുർഗതി മൂലം രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവിടെ ഗതാഗതക്കുരുക്കും പതിവാണ്. ഈ റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് TCB പലതവണ വാർത്ത നൽകിയിരുന്നു. അധികൃതർ ഓട്ടയടയ്ക്കുന്നത് മൂലമുണ്ടാകുന്ന റോഡിലെ ഉയർന്ന ഭാഗങ്ങളിൽ തട്ടി ചെറുവാഹനങ്ങൾ ചാടിമറിയുന്ന സ്ഥിതിയാണ്. അധികൃതർ നടത്തിയ ഓട്ടയടക്കിലും മഴ പെയ്തതോടെ തകർന്നു കഴിഞ്ഞു. ദിവസേന 100 കണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാതയിലെ ദുരിതയാത്രയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാണ് വാഹനയാത്രക്കാരുടെ ആവശ്യം. TCB ന്യൂസ്, തൃശൂർ. ഇനി പ്രത്യേക വാർത്താ പരമ്പരയിലേക്ക്. പുതിയ ആകാശം, പുതിയ ഭൂമി. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്നത് 100ഓളം അന്യസംസ്ഥാനക്കാരായ രോഗികൾ. അന്യസംസ്ഥാനക്കാരായ അന്തേവാസികളെ അതത് സംസ്ഥാനങ്ങളിലെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് കൈമാറാനുള്ള നടപടികൾ ഇനിയും കാര്യക്ഷമമായില്ല. കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മാനസികാസ്വാസ്ഥ്യമുള്ളവരെ കയറ്റിവിടുന്ന പ്രവണതയുടെ ബാക്കിപത്രമാണ് തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്ന 95 അന്യസംസ്ഥാനക്കാരായ അന്തേവാസികൾ. തെരുവിൽ അലഞ്ഞു നടക്കുകയും മറ്റും ചെയ്യുന്ന ഇത്തരക്കാരെ പോലീസും സന്നദ്ധ സംഘടനകളുമാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നത്. മിക്കവരും സ്വന്തമായി മേൽവിലാസം പോലും അറിയാത്തവർ. ഭാഷയും വേഷവും നോക്കി വേണം പലരും ഏതു സംസ്ഥാനക്കാരാണെന്ന് തിരിച്ചറിയാൻ. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ്, ത്രിപുര, വെസ്റ്റ് ബംഗാൾ, ഒറീസ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്തേവാസികളാണ് ഇവിടെ ഏറെയും. ഇന്ത്യയുടെ യഥാർത്ഥ പരിച്ഛേദവും നാനത്വത്തിൽ ഏകത്വവുമെല്ലാം ഇവിടെ ദർശിക്കാനാകും. രോഗം ഭേദമായാലും ഇവരെ കൊണ്ടുപോകാൻ ആരും എത്താറില്ല. പലരും മാനസിക പ്രശ്നങ്ങൾ പോലെ തന്നെ മറ്റ് രോഗങ്ങളും ബാധിച്ചവർ. എയ്ഡ്സും ക്യാൻസറുമെല്ലാം ബാധിച്ച രോഗികളെ പോലും മറ്റുള്ളവർക്കൊപ്പം പാർപ്പിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ. എയ്ഡ്സ് രോഗബാധിതരെ പുനരധിവസിപ്പിക്കുന്ന സർക്കാർ കേന്ദ്രങ്ങളില്ലാത്തത് ഇവർക്ക് വലിയ വെല്ലുവിളിയാണ്. മറ്റു രോഗങ്ങളോടൊപ്പം ഈ രോഗം കൂടെ ഉള്ളവരെ പ്രത്യേകമായി താമസിപ്പിക്കുന്ന യാതൊരുവിധ സ്ഥാപനങ്ങളും ഇന്ന് നമുക്ക് കേരളത്തിലില്ല. ഉദാഹരണത്തിന് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നമുക്കിവിടെ ഉണ്ട്. എന്നാൽ പോലും എയ്ഡ്സ് രോഗബാധിതരായവർക്ക് സ്ഥിരം ഒരു റെസിഡൻഷ്യൽ സ്പേസ് നമുക്കിവിടെ കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലില്ല. അങ്ങനെ ഇല്ലാതെ വരുമ്പം ഒരു അഡ്രസ്സും ഇല്ല, ബന്ധുക്കൾ ആരുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് എയ്ഡ്സിന് പ്രത്യേകമായി കെയർ കിട്ടുന്ന ഒരു ഇടത്തേക്ക് മാറ്റാനായിട്ട് പലവിധ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് ഇവിടെ വർഷങ്ങളോളം കിടക്കേണ്ട അവസ്ഥ വന്നേക്കാം. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ഇത്തരം പ്രശ്നങ്ങൾ സർക്കാരും ആരോഗ്യവകുപ്പും ഇനിയും ഗൗരവമായി എടുത്തിട്ടില്ല. ഊരും പേരുമെല്ലാം തിരിച്ചറിഞ്ഞ് രോഗം ഭേദമായവരെ ജന്മനാട്ടിലേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും കൊണ്ടുവിടണമെങ്കിൽ അതിനും പ്രത്യേക ഫണ്ട് ചെലവഴിക്കാൻ വകുപ്പില്ല. അന്യസംസ്ഥാനത്തേക്ക് രോഗം ഭേദമായവരെ കൊണ്ടെത്തിക്കാൻ ആശുപത്രി അധികൃതർ തന്നെ ഫണ്ട് കണ്ടെത്തേണ്ട അവസ്ഥയാണ്.
പുനരധിവാസത്തിന് വേണ്ടി സ്പെഷ്യൽ ഫണ്ടായിട്ട് സർക്കാർ ഗ്രാൻഡ് മറ്റ് തരത്തിലുള്ള ഫണ്ടുകളൊന്നും നൽകുന്നില്ല. നമുക്ക് നേഴ്സസ് ട്രെയിനിങ് വഴി കിട്ടുന്ന ഫണ്ടുകൾ, പിന്നെ പരസ്യം വഴിക്ക് കുറച്ച് പൈസ, ഹോർഡിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഫണ്ടുകൾ, അങ്ങനെ കുറച്ച് പൈസകൾ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇവരെ കൊണ്ടുപോകാനായിട്ട് ആവശ്യമായിട്ടുള്ള ട്രാവലിംഗ് ചാർജ്, ഭക്ഷണത്തിൻ്റെ ചിലവ്, അതുപോലെ ഇവർക്ക് കൂടുതൽ പിന്നെ മെഡിക്കൽ കോളേജിലൊക്കെ പോയി അവരെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ മറ്റ് അസുഖം വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകുമ്പോൾ അതിന് ഭക്ഷണ ചെലവുകൾ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ ഫണ്ടുകൾ നമുക്കുള്ളൂ. ഇങ്ങനെ കഷ്ടപ്പെട്ട് ജന്മനാട്ടിലേക്ക് എത്തിക്കുന്നവരിൽ പലരും ദിവസങ്ങൾക്ക് ശേഷം തിരികെ എത്തുന്നതും പതിവാണ്. അതാത് സംസ്ഥാനങ്ങളിലുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ഇവിടെയുള്ള രോഗികളെ കൈമാറാനായി സർക്കാർ തലത്തിൽ ശ്രമം ആരംഭിച്ചതായിരുന്നു. എന്നാൽ അത്തരം ശ്രമങ്ങളും ഇഴഞ്ഞ് നീങ്ങുകയാണ്. കെൽസ എന്ന നിയമസഹായ വേദിയുടെ സഹായത്തോടെ കഴിഞ്ഞ 6 മാസത്തിനിടെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും 22 പേരെ ബന്ധുക്കളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള 12 പേരെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 10 പേരെയുമാണ് ഈ വിധം ബന്ധുക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. രോഗം ഭേദമായിട്ടും ഇവിടെ നിന്നും മടങ്ങിപ്പോകാനാകാത്ത 63 പേരും അന്യസംസ്ഥാനക്കാരായ 95 പേരും നമ്മുടെ സമൂഹത്തിനും സംവിധാനങ്ങൾക്ക് മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി എന്നിട്ടും അവശേഷിക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ. തെരുവുനായ ശല്യം ഭീഷണിയായി മാറുന്ന സാഹചര്യത്തിൽ 14 ജില്ലകളിലും മൃഗജനന നിയന്ത്രണ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചു. എന്നാൽ പദ്ധതിയിലെ പ്രായോഗികത സർക്കാരിന് വെല്ലുവിളിയാകുന്നു. പേപിടിച്ചതും അപകട ഭീഷണി സൃഷ്ടിക്കുന്നതുമായ തെരുവ് നായ്ക്കളെ നശിപ്പിക്കാമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചു. ചീഫ് വിപ്പും ഇരിങ്ങാലക്കുട MLAയുമായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നിയമസഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചത്. തെരുവ് നായ്ക്കളെ കൊല്ലുന്നതിന് ഒരു നിയമവും എതിരല്ലെന്ന് ഉണ്ണിയാടൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന പദ്ധതി, നായ്ക്കളുടെ ജനന നിയന്ത്രണ പദ്ധതി, ഡൽഹി മാതൃകയിൽ പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത നായ്ക്കൾക്ക് ചെവിയിൽ അടയാളമിടൽ എന്നീ പദ്ധതികളാണ് സർക്കാർ പരിഗണിക്കുന്നത്. 5 കോടിയുടെ കേന്ദ്ര ഫണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടും പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്താമെന്നും യോഗത്തിൽ ധാരണയായിരുന്നു. ഇതിനായി നഗരസഭാ അധ്യക്ഷന്മാരുടെയും തുടർന്ന് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർക്കും. പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കായുള്ള മരുന്നുകളും മറ്റും ഉടൻ ലഭ്യമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി നടത്തിപ്പിലെ പ്രായോഗികത തന്നെയാണ് സർക്കാരിന്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളി. തൃശൂരിൽ തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്ന എൻഡ് എന്ന പദ്ധതി നടപ്പാക്കിയിരുന്നുവെങ്കിലും നായ്ക്കളെയും തെരുവ് നായ്ക്കുഞ്ഞുങ്ങളെയും പിടികൂടി കുത്തിവയ്പ് നടത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് മൂലം പദ്ധതി വേണ്ടത്ര വിജയിക്കാതെ പോകുകയായിരുന്നു. തെരുവ് നായ്ക്കളെ കൊല്ലാനുള്ള നീക്കത്തിനെതിരെ മൃഗസ്നേഹികൾ രംഗത്ത് വന്നിട്ടുണ്ടെന്നതും പദ്ധതിക്ക് തിരിച്ചടിയായേക്കും. TCV ന്യൂസ്, തൃശൂർ. പ്രദർശിപ്പിച്ച തുകയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾക്കായി ബില്ലിൽ ഈടാക്കിയ തൃശൂർ ബിഗ് ബസാർ സൂപ്പർ മാർക്കറ്റിനെതിരെ 10,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ തൃശൂർ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു. സൂപ്പർ മാർക്കറ്റിൽ പ്രദർശിപ്പിച്ച തുകയ്ക്ക് പകരം ബില്ലിൽ കൂടുതൽ തുക രേഖപ്പെടുത്തി ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുകയാണെന്ന് കാണിച്ച് വടക്കാഞ്ചേരി സ്വദേശിയായ അനിൽകുമാറാണ് ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. ഉൽപ്പന്നങ്ങളുടെ പാക്കിങ്ങും ബില്ലുമെല്ലാം തെളിവായി സമർപ്പിച്ചു. പാക്കറ്റിൽ 37 രൂപയുണ്ടായിരുന്ന തക്കാളിക്ക് 47 രൂപയും 147 വില വരേണ്ടിയിരുന്ന ഉള്ളിക്ക് 250 രൂപയും 39 രൂപ വില പ്രദർശിപ്പിച്ച വെണ്ടയ്ക്ക് 59 രൂപയുമാണ് ഈടാക്കിയിരുന്നത്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വില പ്രദർശിപ്പിച്ച് ഉപഭോക്താക്കളെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ബില്ലിൽ കൂടുതൽ തുക ഈടാക്കുകയും ചെയ്യുന്ന തട്ടിപ്പാണ് ബിഗ് ബസാർ നടത്തിയിരുന്നതെന്നും നിരവധി ഉപഭോക്താക്കളെ ഈ വിധം ചൂഷണം ചെയ്യുകയാണെന്നും അനിൽകുമാർ പരാതി ഉന്നയിച്ചിരുന്നു. ബിഗ് ബസാർ അധികാരികളുമായി വിഷയം ചർച്ച ചെയ്തെങ്കിലും മാന്യമായ സമീപനമല്ല ഉണ്ടായതെന്നും പരാതിയിൽ പറയുന്നു. പരാതി പരിഗണിച്ച ഉപഭോക്തൃ കോടതി തൃശൂർ ബിഗ് ബസാറിനോട് 10,000 രൂപ പിഴ അടയ്ക്കാൻ ഉത്തരവിടുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലുണ്ടായ സംഭവം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. വിദ്യാഭ്യാസ മേഖലയെ കുത്തഴിഞ്ഞ നിലയിലേക്ക് എത്തിച്ചത് മുസ്ലിം ലീഗാണെന്നും മുസ്ലിം ലീഗിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു മാറ്റണമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ പറഞ്ഞു. തൃശൂരിലെ BJP ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാധാകൃഷ്ണൻ. വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് നാഥനില്ല കളരിയായി മാറി. ഭാവി തലമുറയെ വെല്ലുവിളിക്കുന്ന കൊടും ക്രൂരതയാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ നടത്തുന്നത്. പാഠപുസ്തക വിതരണം തകരാറിലായതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് രാജിവെക്കണമെന്നും രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് തീരെഴുതി കൊടുത്ത മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമ്പാശ്ശേരി കരിപ്പൂർ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിന് പിന്നിൽ 2 യുവ MLAമാർക്കും ഒരു മന്ത്രിക്കും പങ്കുണ്ടെന്ന് രാധാകൃഷ്ണൻ ആരോപിച്ചു. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ CPM പോളിറ്റ് ബ്യൂറോ നടത്തിയ പ്രസ്താവന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു.
ജില്ലയിലെ പോലീസ് തലപ്പത്ത് നാഥനില കളരിയായതോടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പോലീസിൽ വീണ്ടും സ്ഥലം മാറ്റം. തൃശൂർ സിറ്റി പോലീസിന്റെ പരിധിയിലുള്ള സ്റ്റേഷനുകളിലെ SI-മാരെയാണ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സ്ഥലം മാറ്റുന്നത്. പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ SI-യെയാണ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സ്ഥലം മാറ്റിയത്. സിറ്റി പോലീസ് കമ്മീഷണർ അവധിയിൽ പോയ അവസരം നോക്കിയാണ് കമ്മീഷണറുടെ താൽക്കാലിക ചുമതലയുള്ള റൂറൽ SP-യെ സ്വാധീനിച്ച് പാവറട്ടി SI MK രമേഷിനെ AR ക്യാമ്പിലേക്ക് മാറ്റിയത്. നെടുപുഴ SI ശെൽവരാജിനെ പാവറട്ടി SI-യായി നിയമിച്ച് ഉത്തരവിറക്കിയെങ്കിലും മണിക്കൂറുകൾക്കകം തന്നെ നെടുപുഴ SI-യുടെ സ്ഥലമാറ്റം മരവിപ്പിക്കുകയായിരുന്നു. അഡീഷണൽ SI-ക്കാണ് പാവറട്ടി SI-യുടെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. ഗുരുവായൂർ CI-യുടെ നിയമനത്തിലും കഴിഞ്ഞ ദിവസം ഇടപെടൽ നടന്നിരുന്നു. തൃശൂരിന് അഭിമാനമായി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി റീനോ ആൻഡോ കളത്തിലിറങ്ങും. മുംബൈയിൽ നടന്ന ISL താരലേലത്തിൽ തൃശൂർ കാളത്തുട സ്വദേശി കവലക്കാട്ട് താഴേക്കാടൻ ആൻഡോ മകൻ റിനോയെ 90 ലക്ഷം രൂപയ്ക്കാണ് ഗാംഗുലിയുടെ ഉടമസ്ഥതയിലുള്ള അത്ലറ്റിക്കോ കൊൽക്കത്ത ക്ലബ് ലേലത്തിൽ പിടിച്ചത്. താരലേലത്തിൽ മകൻ കൊൽക്കത്ത ക്ലബിന് വേണ്ടി കളിക്കുന്നതിൽ അഭിമാനിക്കുന്നതായി റിനോയുടെ മാതാപിതാക്കളായ ആൻഡോയും റീനയും പറഞ്ഞു. സ്കൂൾ പഠനകാലത്തിൽ തന്നെ ഫുട്ബോളിൽ കമ്പം തോന്നിയ റിനോ ഇന്ത്യൻ സബ് ജൂനിയർ ടീമിന് വേണ്ടി കളത്തിലിറങ്ങി. കുരിയച്ചിറ സെന്റ് ജോസഫ് സ്കൂളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. ഇതിനിടെ ടാറ്റ ഫുട്ബോൾ അക്കാദമിയിലേക്ക് സെലക്ഷൻ ലഭിച്ചു. മോഹൻ ബഗാൻ, സാൽഗോക്കർ, ഈഗിൾസ് എറണാകുളം തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടി റിനോ ആൻഡോ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി FC ബാംഗ്ലൂരിന് വേണ്ടിയാണ് കളിക്കുന്നത്. മദ്യലഹരിയിൽ നിന്ന് മോചിതനാകാൻ മുളങ്കുന്നത്തുകാവ് സ്വദേശിയായ ഡേവിസ് കോഴിക്കുന്ന് സ്വയം കണ്ടെത്തിയതായിരുന്നു കൃഷി എന്ന ലഹരി. ജൈവവളം മാത്രം ഉപയോഗിച്ച് ഒരൊറ്റ ജോലിക്കാരനെയും ആശ്രയിക്കാതെ ഡേവിസും ഭാര്യ ഡെയ്സിയും ചേർന്നൊരുക്കുന്നത് ഒരു നിശബ്ദ ഹരിത വിപ്ലവം. ജീവിതത്തിൽ പല തൊഴിലും പല ഉദ്യമങ്ങളും ചെയ്തിട്ടുണ്ട് ഡേവിസ് എന്ന നാട്ടിൻപുറത്തുകാരൻ. മദ്യപാനം വർദ്ധിക്കുകയും തടി കൂടുകയും ചെയ്തതോടെയാണ് ഇതിനെയെല്ലാം പ്രതിരോധിക്കാനായി കർഷകന്റെ വേഷമാണ് നല്ലതെന്ന് ഡേവിസിന് തിരിച്ചറിവുണ്ടായത്. സ്ഥലകച്ചവടത്തിനായി വാങ്ങിയിരുന്ന ഇടങ്ങളിൽ അങ്ങനെ പതുക്കെ പതുക്കെ കൃഷി ആരംഭിച്ചു. വെണ്ടയും പയറും കൂർക്കയും മഞ്ഞളുമടക്കം ഒട്ടുമിക്ക കൃഷിയും ചുരുങ്ങിയ കാലം കൊണ്ട് പരീക്ഷിച്ചു. സ്വന്തം ആവശ്യത്തിനുള്ള നെൽകൃഷിയും ഇതോടൊപ്പം ചെയ്തു പോരുന്നുണ്ട്. കൃഷിക്കുമുണ്ട് ഡേവിസിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളും നിയമങ്ങളും. രാസവളപ്രയോഗം ഒഴിവാക്കി പൂർണ്ണമായും ജൈവകൃഷിയാണ് ഇദ്ദേഹത്തിൻ്റേത്. താൻ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് വിളയിച്ചെടുക്കുന്ന പച്ചക്കറിക്ക് താൻ പറയുന്ന വില നൽകണമെന്നാണ് മറ്റൊരു നിബന്ധന. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വെണ്ടക്കയ്ക്ക് 15 രൂപയാണെങ്കിൽ താൻ കൃഷി ചെയ്തെടുക്കുന്ന വെണ്ടക്ക ലഭിക്കണമെങ്കിൽ 25 രൂപ നൽകേണ്ടി വരുമെന്നാണ് ഇയാളുടെ പക്ഷം. ലാഭം പ്രതീക്ഷിച്ച് നടത്തുന്ന ഉദ്യമമല്ലെന്നും അതിനാലാണ് ജൈവകൃഷി പരീക്ഷിക്കുന്നതെന്നും കൃഷിയെ ഒരു ആവേശമായിട്ടാണ് കാണുന്നതെന്നും ഡേവിസ് പറയുന്നു. ജൈവകൃഷിയാണ് ചെയ്യുന്നത്. അത് വളരെ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി. അത് കുറച്ച് തൈകളും പുല്ല് വരാതെ കൃഷി ചെയ്യേണ്ട രീതിയാണ് എൻ്റെ. ഞാനും ഭാര്യയും കൂടിയിട്ടാണ്. ഞാൻ പുറമെന്ന് ആരെയും വിളിക്കാറില്ല. ഞാനും ഭാര്യയും കാലത്ത് വന്ന് വെയിലാവുന്നവരെ ജോലി ചെയ്ത് വീട്ടിൽ പോകും. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെയാണ് ഡേവിസും ഭാര്യ ഡെയ്സിയും ചേർന്ന് കൃഷിയിടത്തിൽ പണിക്കിറങ്ങുക. ആ സമയത്ത് പച്ചക്കറി ആവശ്യപ്പെട്ട് വരുന്നവർക്ക് പറിച്ചു നൽകുകയാണ് പതിവ്. സ്വയം പരീക്ഷിച്ച് വിജയിച്ച കൃഷിരീതികൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും എങ്ങനെ ലാഭകരമായി കൃഷിയിറക്കാമെന്ന് സ്വന്തം അനുഭവങ്ങളെ ഉദ്ധരിച്ച് വിശദമാക്കാനും ഇദ്ദേഹത്തിന് വലിയ ഉത്സാഹമാണ്. സമ്മിശ്ര കൃഷി നടത്തി 46ഓളം ഇനങ്ങൾ വിളയിച്ചെടുത്ത ഈ കർഷകനെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തിയിട്ടുണ്ട്. എന്നാൽ തൊട്ടടുത്തുള്ള സ്കൂളിലെ കുട്ടികൾ തന്നെയും തൻ്റെ കൃഷിയെയും ഉത്സാഹത്തോടെ വീക്ഷിക്കുന്നതും അടുപ്പം പുലർത്തുന്നതുമാണ് ഏറ്റവും വലിയ അംഗീകാരമെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഓരോരുത്തരും വിളയിച്ചെടുക്കാൻ തയ്യാറായാൽ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാനും രോഗങ്ങളെ കുറേയൊക്കെ അകറ്റാനും കഴിയുമെന്നാണ് ഈ കർഷകൻ പകരുന്ന നിശബ്ദമായ കൃഷിപ്പാഠം. TCV ന്യൂസ്, തൃശൂർ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ തർപ്പണ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. നാളെ വൈകിട്ട് 5:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ ശുശ്രൂഷകൾ റെക്ടർ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാത്രി 10-ന് അമ്പ്, വള, ശൂലം എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് വെടിക്കെട്ടുണ്ടാകും. ഞായർ രാവിലെ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടക്കും. വൈകിട്ട് 4-ന് ജൂതൻ കുന്നിലേക്ക് പ്രദക്ഷിണവും തുടർന്ന് വെടിക്കെട്ടും ഉണ്ടാകും. മുളങ്കുന്നത്തുകാവ് നെഞ്ചുരോഗ ആശുപത്രിയിൽ റേഡിയേഷൻ ചികിത്സയ്ക്കുള്ള ലീനിയർ ആക്സിലേറ്റർ മെഷീൻ വാങ്ങുന്നതിനാവശ്യമായ തുക അനുവദിക്കണമെന്ന് PK ബിജു MP മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് MP ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അത്യാധുനിക സൗകര്യങ്ങളോടെ റേഡിയേഷൻ ചികിത്സ രോഗികൾക്ക് ലഭിക്കുന്നതിനാവശ്യമായ ലീനിയർ ആക്സിലേറ്റർ
വാങ്ങുന്നതിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച 17.5 കോടി രൂപ നൽകിയിട്ടില്ലെന്നും MP ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ കോളേജ് വികസനത്തിനായി 16 ഇന നിർദ്ദേശങ്ങൾ MP മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. പൊന്നാനി കോൾ സമഗ്ര വികസന പദ്ധതിയുടെ നിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വികസന അതോറിറ്റിയുടെ ജനറൽ ബോഡി യോഗം ഉടൻ വിളിച്ചു ചേർക്കണമെന്നും MP മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പാതി വഴിയിൽ നിലച്ച പുത്തൂർ റോഡ് വികസനം വീണ്ടും പുനരാരംഭിക്കുന്നു. പുത്തൂർ ബൗണ്ട് റോഡ് മുതൽ തുടർന്നുള്ള ഭാഗം വീതി കൂട്ടി വികസിപ്പിക്കുന്നതിനായി അടുത്ത ആഴ്ച കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ബാക്കിയുള്ള സ്ഥലം സർവേ നടത്തി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ തീരുമാനമുണ്ടാകും. പുത്തൂർ റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് റോഡുണ്ട് സൂക്ഷിക്കുക എന്ന TCVയുടെ വാർത്താ പരമ്പരയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പുത്തൂർ സെന്ററിൽ സ്ഥലം വിട്ടു നൽകാത്തതിനെ തുടർന്ന് പുത്തൂർ ബൗണ്ട് റോഡ് മുതൽ കുരിശുമല വരെയുള്ള വികസന പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. ബൈപ്പാസ് മുതൽ പുത്തൂർ പാലം വരെ റോഡ് വീതി കൂട്ടി പൊതുമരാമത്ത് വകുപ്പ് ടാറിംഗ് നടത്തുകയും ചെയ്തിരുന്നു. റോഡ് വീതി കൂട്ടുന്നതിന് ഏതാനും സ്ഥലമുടമകൾ റോഡിനുള്ള സ്ഥലം വിട്ടു നൽകി മാതൃക കാണിച്ചിരുന്നു. എന്നാൽ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ബൗണ്ട് റോഡ് മുതൽ സെന്റർ വരെയുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പിന്മാറുകയായിരുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു. തിയേറ്റർ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ സൂചനാ സമരം അനിശ്ചിതകാലത്തേക്ക് നീളുന്നു. പ്രേമം സിനിമയുടെ വ്യാജ പതിപ്പിന്റെ പേരിൽ നടത്തുന്ന സമരം വൈഡ് റിലീസിംഗിനെതിരായ ഗൂഢനീക്കമാണെന്ന് ആക്ഷേപം. പ്രേമത്തിന്റെ വ്യാജ പതിപ്പ് ഇറങ്ങിയിട്ടും സർക്കാരും ആന്റി പൈറസി സെല്ലും കാര്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു എ ക്ലാസ് തിയേറ്ററുകളുടെ സംഘടനയായ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ സൂചനാ സമരം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്നലെ നടന്ന സൂചനാ സമരത്തിന് ശേഷം നാളെ വരെ എ ക്ലാസ് തിയേറ്ററുകൾ അടച്ചിട്ട് സമരം തുടരാനാണ് ഫെഡറേഷന്റെ നീക്കം. എന്നാൽ ഇന്ന് റിലീസ് ചെയ്ത ബാഹുബലി എന്ന ചിത്രത്തിന്റെ വൈഡ് റിലീസ് തടയാനായിരുന്നു എ ക്ലാസ് തിയേറ്ററുകളുടെ നീക്കമെന്ന് ആരോപണമുണ്ട്. ബി ക്ലാസ് തിയേറ്ററുകളുടെ സംഘടനയായ സിനി എക്സിബിറ്റേഴ്സിന്റെ സഹകരണത്തോടെയാണ് 250 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ബാഹുബലി റിലീസ് ചെയ്യുന്നത്. എന്നാൽ വൈഡ് റിലീസ് അട്ടിമറിക്കുന്നതിനായി എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടന വ്യാജപ്രേമം നടിക്കുകയാണെന്ന് ആക്ഷേപമുയരുന്നുണ്ട്. നേരത്തെ പ്രേമം എന്ന സിനിമ റിലീസ് ചെയ്ത തൃശൂരിലെ തിയേറ്ററിനെതിരെ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വിലക്ക് ഏർപ്പെടുത്തുകയും മറ്റ് റിലീസുകൾ നിഷേധിക്കുകയും ചെയ്തിരുന്നു. പ്രേമത്തെ മറയാക്കിക്കൊണ്ട് തിയേറ്റർ മേഖലയിലുള്ള സംഘടനകളുടെ ചേരിപ്പോരിലേക്ക് വിവാദം വഴിതിരിയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ എക്സ്പോയ്ക്ക് അമലയിൽ തുടക്കമായി. ഇന്ത്യ 2015 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന എക്സ്പോ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, പ്രിൻസിപ്പൽ ഡോക്ടർ MR ചന്ദ്രൻ, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിമ്മി ചൂണ്ടൽ, അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ശരീരശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങളെക്കുറിച്ചും ജീവിതശൈലി രോഗങ്ങളും അവയുടെ വ്യാപനം, പ്രതിരോധം, ചികിത്സ എന്നിവയെ സംബന്ധിച്ചും വിദ്യാർത്ഥികളടക്കം പൊതുജനങ്ങൾക്കും വിജ്ഞാനം പകരുന്ന വിധമാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. സൈബർ ന്യൂസ്. പാഠപുസ്തകമില്ലാതെ വലയുന്ന വിദ്യാർത്ഥികൾക്കായി 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനായി പുറത്തിറക്കി മോജോ മോഹൻ എന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയർ. പാഠപുസ്തകങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കായി സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന പാഠപുസ്തകം എന്ന മലയാളം ആൻഡ്രോയിഡ് ആപ്പാണ് മോജോ മോഹൻ പുറത്തിറക്കിയിട്ടുള്ളത്. ഗൂഗിൾ സ്റ്റോർ ഉപയോഗിച്ച് പാഠപുസ്തകം എന്ന ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്താൽ സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് എന്നിവയിൽ പാഠപുസ്തക ഭാഗങ്ങൾ ലഭ്യമാകും. ഡിജിറ്റൽ പാഠഭാഗങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കി പഠനത്തെ ഹൈടെക് ആക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആറ്റൂർ സ്വദേശിയായ മോജു തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ പാഠപുസ്തകം കിട്ടാത്തൊരവസ്ഥയാണ്. ഗവൺമെൻറ്റിന് അത് കൃത്യമായി വിതരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിത് പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ആപ്പിൽ നിന്ന് 1 തൊട്ട് 10 വരെയുള്ള മാക്സിമം പുസ്തകങ്ങൾ, ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഡിജിറ്റൽ രൂപത്തിൽ തന്നെ സ്മാർട്ട് ഫോണിലോ ടാബിലോ അല്ലെങ്കിൽ ലാപ്പിലോ യൂസ് ചെയ്യാൻ പറ്റും. വായിക്കാനും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോൾ ഒരു ക്ലാസ്സിലെ 1-2 വിദ്യാർത്ഥികൾക്ക് കിട്ടിയാലും അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ഒരു 1-2 പേർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയാലും അവർക്ക് ആ ചുറ്റുവട്ടത്തുള്ള വിദ്യാർത്ഥികൾക്ക് മാക്സിമം ഇതിൽ ടെക്സ്റ്റ് ബുക്ക് എത്തിക്കാൻ പറ്റും. ആപ്ലിക്കേഷനിലെ പുസ്തകങ്ങൾ എന്ന ഈസി മെനു ഉപയോഗിച്ച് അതാത് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാം. PDF ഡിജിറ്റൽ ഫയലുകളായി ഫോണിൽ ലഭ്യമാകുന്ന പാഠഭാഗങ്ങൾക്കൊപ്പം NCERTയുടെ പൂർണ്ണ വിവരങ്ങളും എഡ്യൂക്കേഷൻ കലണ്ടറും റിസൾട്ടും ലഭ്യമാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെടാവുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളും ടീച്ചേഴ്സിന് ആവശ്യമായ ഹാൻഡ് ബുക്കും, കോഴ്സ് ബുക്കും, ഇയർ പ്ലാനും, ITI ടു സ്കൂൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ കൊളാബറേറ്റീവ് ടെക്സ്റ്റ് ബുക്കും ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറായ മോജു മോഹൻ നേരത്തെ ഡിസൈൻ ചെയ്ത സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസ് എന്ന ആപ്പ്
1,00,000-ലധികം പേർ ഇതിനോടകം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ക്യൂ കോംപ്ലക്സിനായി പൊളിക്കുന്ന കെട്ടിടത്തിലെ വ്യാപാരികൾക്ക് പുനരധിവാസം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് ദേവസ്വം ഭരണസമിതി അറിയിച്ചു. പുതുതായി പണിയുന്ന ക്യൂ കോംപ്ലക്സിൽ 20 കടമുറികൾക്കും പഴയ വേണുഗോപാൽ ലോഡ്ജിന് സമീപം 10 ബാങ്കുകാർക്കും പുനരധിവാസം നൽകുമെന്നാണ് ഉറപ്പ് നൽകിയിരുന്നത്. ക്യൂ കോംപ്ലക്സ് പണി പൂർത്തിയാകും വരെ താൽക്കാലിക കടമുറികൾ നിർമ്മിച്ചു നൽകാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിരുന്നതായും ചെയർമാൻ ടി.വി. ചന്ദ്രമോഹൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നടന്നുവരുന്ന സമരങ്ങൾ അനാവശ്യമാണ്. ക്യൂ കോംപ്ലക്സ് നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കാൻ ഈ മാസം 13-ന് ദേവസ്വം മന്ത്രി തിരുവനന്തപുരത്ത് യോഗം വിളിച്ചിട്ടുണ്ട്. അടുത്ത മാസം 18-ന് ക്യൂ കോംപ്ലക്സിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിടുമെന്നും ചെയർമാൻ അറിയിച്ചു. ഒരു സിനിമാ ചിത്രീകരണത്തിന് പഴയ പോലീസ് സ്റ്റേഷൻ വിട്ടു നൽകിയതിന്റെ പേരിൽ ആഭ്യന്തര വകുപ്പ് നൽകേണ്ടത് 4 ലക്ഷം. സ്റ്റേഷൻ നൽകിയതിന്റെ പേരിൽ പഴി കേൾക്കുന്നതിന് പുറമെ പൊല്ലാപ്പിലായ അവസ്ഥയിലാണ് അന്തിക്കാട്ടെ പോലീസുകാർ. സിനിമാ ചിത്രീകരണത്തിന് വിട്ടുകൊടുത്തതോടെയാണ് 2 വർഷമായി അന്തിക്കാട്ടെ ഈ പഴയ പോലീസ് സ്റ്റേഷൻ ഇവിടുത്തെ പോലീസിന്റെ ഉറക്കം കെടുത്തുന്നത്. 2013 ഓഗസ്റ്റ് 25-നാണ് രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത പുണ്യാളൻ അഗർപതീസ് എന്ന സിനിമയ്ക്ക് പോലീസ് സ്റ്റേഷൻ അനുവദിച്ചു നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി അന്നത്തെ SP ആയിരുന്ന അജിത ബീഗം ഉത്തരവ് നൽകിയത്. അന്നത്തെ സ്റ്റേഷൻ SI ആയിരുന്ന പ്രേമാനന്ദകൃഷ്ണൻ മേലുദ്യോഗസ്ഥയുടെ ഉത്തരവ് നടപ്പിലാക്കുകയും ചെയ്തു. തുടർന്ന് സിനിമാ പ്രവർത്തകർ പഴയ സ്റ്റേഷൻ സിനിമാ ചിത്രീകരണത്തിന് വൃത്തിയാക്കുന്നതിനായി വെങ്ങിണിശ്ശേരി മടത്തിപ്പറമ്പിൽ മണി ഉൾപ്പെടെ 3 പേരെ ചുമതലപ്പെടുത്തി. സ്റ്റേഷന്റെ പഴയ സെല്ലിൽ കിടന്ന തൊണ്ടി മുതലായ യമഹ എഞ്ചിൻ ശുചീകരണത്തിന്റെ ഭാഗമായി എടുത്തുമാറ്റുന്നതിനിടെ നിലത്തു വീണ് പൊട്ടി. അപകടത്തിൽ മണിക്കും അഞ്ജലി, വാസവൻ എന്നിവർക്കും പരിക്കേറ്റിരുന്നു. മണിയുടെ കാലിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയതിന്റെ പേരിൽ കമ്മീഷൻ അംഗം R. നടരാജൻ അപകടം നടക്കുമ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് സ്റ്റേഷൻ എന്ന് കാണിച്ച് 4 ലക്ഷം രൂപ 1 മാസത്തിനകം നഷ്ടപരിഹാരം നൽകാൻ വിധിക്കുകയും ചെയ്തു. ചിത്രീകരണ ആവശ്യത്തിനിടെയാണ് അപകടം നടന്നതെങ്കിലും നഷ്ടപരിഹാര തുക ആഭ്യന്തര വകുപ്പ് നൽകണമെന്നാണ് വിധി. പുണ്യാളൻ അഗർപത്തീസിന് മുൻപായി അക്കു അക്ബർ സംവിധാനം ചെയ്ത ഭാര്യ അത്ര പോര എന്ന സിനിമയുടെ ചിത്രീകരണവും അപകടത്തിന് ശേഷം കപിൽ ചാഴൂർ സംവിധാനം ചെയ്ത റിലീസാകാനിരിക്കുന്ന കേരള ടുഡേയുടെ ചിത്രീകരണവും ഈ സ്റ്റേഷനിലാണ് നടന്നത്. ജില്ലയിൽ ഇത്തരത്തിൽ സൗകര്യപ്രദമായ രീതിയിൽ പോലീസ് സ്റ്റേഷൻ ചിത്രീകരിക്കുന്നതിനായി മറ്റൊരു സൗകര്യമില്ല എന്നതാണ് സിനിമക്കാരെ ഇവിടേക്ക് എത്തിക്കുന്നത്. പ്രശ്നം ഗുരുതരമായതോടെ സിനിമാ ചിത്രീകരണങ്ങൾക്ക് ഇനി പഴയ സ്റ്റേഷൻ വിട്ടുകൊടുക്കേണ്ട എന്ന തീരുമാനത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് അന്തിക്കാട്ടെ പോലീസുകാർ. TCV ന്യൂസ്, അന്തിക്കാട്. അസുഖബാധിതരായ കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന വിദ്യാർത്ഥികളുടെ സംഘടനയായ ദിശയുടെയും സ്വലസിന്റെയും ആഭിമുഖ്യത്തിൽ പാട്ടുവണ്ടി സംഘടിപ്പിച്ചു. മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദിശയുടെ പ്രവർത്തനങ്ങൾ തൃശൂരിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച പാട്ടുവണ്ടിയുടെ ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. നാടൻ പാട്ടുവഴി സുഖമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ ധനസഹായ സമാഹരണം നടത്തി. ദിശ രക്ഷാധികാരി ഷീബ അമീറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മോഷണക്കേസിൽ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ 22 വർഷങ്ങൾക്ക് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി മധുസൂദനൻ പിള്ളയെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. 1993 ഒല്ലൂർ ചാമവിള വീട്ടിൽ പൊന്നപ്പന്റെ വീട്ടിൽ നിന്ന് 33,000 രൂപ മോഷ്ടിച്ച കേസിൽ പ്രതിയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇയാളുടെ പേരിൽ ചാരായ വാറ്റുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര സ്റ്റേഷനിൽ കേസുണ്ട്. കൊല്ലം പാങ്ങോടിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ചെങ്ങാലൂരിൽ യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിക്ക് വേണ്ടി പുതുക്കാട് CI N. മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തിരച്ചിൽ തുടരുന്നു. വടക്കങ്കര വീട്ടിൽ സുജിത്തിന്റെ ഭാര്യ ശാലിനിയുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം വീട്ടുകിണറ്റിൽ കണ്ടെത്തിയത്. സംഭവത്തിന് ശേഷം മുങ്ങിയ സുജിത്തിനെ പിടികൂടാനായിട്ടില്ല. സുജിത്തിന്റെ മൊബൈൽ ഫോൺ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇയാൾക്കായി 3 സംഘങ്ങളായാണ് തിരച്ചിൽ നടത്തുന്നത്. സുജിത്താണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ്. യുവതിയെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കയറിൽ കിണറ്റിലേക്ക് തൂക്കിയിറക്കുകയും ഇതിനുശേഷം മൃതദേഹം കല്ലുകൊണ്ട് കെട്ടിത്താഴ്ത്തിയെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളത്. കൊടകര പഞ്ചായത്തിലെ ഇറച്ചി മാർക്കറ്റിനോട് ചേർന്ന് കുന്നുകൂടി കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ കൊടകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. മഴക്കാലമായതോടെ മാലിന്യങ്ങൾ ചീഞ്ഞഴുകി ദുർഗന്ധം പരത്തുന്നത് സംബന്ധിച്ച് 2 ആഴ്ച മുൻപ് TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴക്കാലത്ത് ചീഞ്ഞഴുകിയ മാലിന്യം കലർന്ന വെള്ളം സമീപത്തെ തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നതും പതിവാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഇവിടുത്തെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് ഇന്ന് ചേർന്ന ഭരണസമിതി യോഗം മാലിന്യം നീക്കം ചെയ്യാൻ തീരുമാനമെടുത്തത്. മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിച്ച ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനും യോഗം തീരുമാനിച്ചു. പ്രസിഡന്റ് റോസിലി വർഗീസ് അധ്യക്ഷത വഹിച്ചു.
BPL കാർഡ് ഉടമകൾക്ക് ആധാർ കാർഡ് എടുക്കുന്നതിനായി 150 രൂപ ധനസഹായം നൽകുന്ന പ്രോത്സാഹന പദ്ധതി അവതാളത്തിൽ. ധനകാര്യ വകുപ്പിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതാണ് പദ്ധതി താറുമാറാകാൻ കാരണം. ആധാർ കാർഡ് പ്രോത്സാഹന പദ്ധതി ആരംഭിച്ചതിന് ശേഷം തുച്ഛമായ ഫണ്ട് മാത്രമാണ് ജില്ലയിലെ ഓരോ പഞ്ചായത്തുകൾക്കും ലഭിച്ചത്. ലഭിച്ച ഫണ്ട് വിഭജിച്ച് നൽകുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ല എന്നതാണ് ഗുണഭോക്താക്കളിലേക്ക് എത്താതിരുന്നതിന്റെ കാരണം. ഓരോ പഞ്ചായത്തിലും പല രീതികളിലാണ് ഫണ്ടിന്റെ വിതരണം. ഫണ്ടിന്റെ അഭാവം മൂലം മുഴുവൻ ഗുണഭോക്താക്കൾക്കും പണം വിതരണം ചെയ്യാൻ സാധിക്കാത്തത് പഞ്ചായത്ത് ഓഫീസുകളിൽ തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട്. ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പി ഗുണഭോക്താക്കൾ പഞ്ചായത്ത് അധികൃതർക്ക് സമർപ്പിക്കുകയും പിന്നീട് കളക്ടർക്ക് കൈമാറുകയുമാണ് ചെയ്തു വരുന്നത്. ഓരോ പഞ്ചായത്തിലും 2000-ലും 3000-ലും ഇടയിൽ BPL ആധാർ ഗുണഭോക്താക്കൾ ഉള്ള സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ ലഭിച്ച ഫണ്ട് വളരെ തുച്ഛമായ സംഖ്യയാണ്. അപേക്ഷ നൽകിയവരുടെ മുൻഗണനാ പ്രകാരം ചില പഞ്ചായത്തുകളിൽ ഫണ്ട് വിതരണം നടക്കുമ്പോൾ മറ്റു പഞ്ചായത്തുകളിൽ പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് വീതിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. ഫണ്ട് വിതരണം കൃത്യമായി നടക്കാത്ത പഞ്ചായത്തുകളിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധ സമരങ്ങളും നടന്നുവരുന്നുണ്ട്. ധനകാര്യ വകുപ്പിൽ നിന്ന് ലഭിച്ച ആദ്യഘട്ട ഫണ്ട് എല്ലാ പഞ്ചായത്തുകൾക്കുമായി വീതിച്ചു നൽകുകയാണ് ജില്ലാ ഭരണകൂടം ചെയ്തത്. കഴിഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ആ സമയത്ത് 40% ഫണ്ട് അനുവദിച്ചിരുന്നു. പിന്നീട് വന്ന മോദി സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് പ്രശ്നം. ഫണ്ട് ലഭിക്കാതെ വന്നതോടെ ജില്ലയിലെ മിക്ക പഞ്ചായത്ത് അധികൃതരും പരാതിയും നിവേദനങ്ങളുമായി കളക്ടറേറ്റിലെത്തുന്നത് പതിവായി. പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ പല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഉറപ്പ് നൽകിയിട്ടുണ്ട്. TCV പുതുക്കാട്. കുന്നംകുളം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചത് സംബന്ധിച്ച് തർക്കം. ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ് കുഞ്ഞ് മരിക്കാൻ ഇടയായതെന്ന ബന്ധുക്കളുടെ ആരോപണമാണ് തർക്കത്തിനിടയാക്കിയത്. കല്ലുംപുറം സ്വദേശി പേരോത്ത് സാദിഖിന്റെ ഭാര്യ ജസീനയെ കഴിഞ്ഞ ദിവസം രാത്രി 7ഓടെയാണ് പ്രസവ വേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. നിരവധി പ്രാവശ്യം വേദന വന്നിട്ടും നഴ്സുമാർ വേണ്ടത്ര ഗൗനിച്ചില്ലെന്നും ഡ്യൂട്ടി ഡോക്ടർ മാത്രമാണ് പരിശോധിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. ജസീനയ്ക്ക് പിറ്റേ ദിവസം ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കുഞ്ഞ് മരിച്ചിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രി അധികൃതരും തമ്മിൽ തർക്കവും വാക്കേറ്റവും നടന്നു. തുടർന്ന് കുന്നംകുളം SI പോൾ സ്ഥലത്തെത്തി ഇരുവിഭാഗവുമായി സംസാരിച്ചു. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാമെന്നും അധികൃതർക്കെതിരെ കേസെടുക്കാമെന്നും പോലീസ് ഉറപ്പ് നൽകിയതോടെയാണ് ബന്ധുക്കൾ ശാന്തരായത്. ജസീന സാദിഖ് ദമ്പതികളുടെ ആദ്യ കുഞ്ഞാണ് മരിച്ചത്. റവല്യൂഷണറി യൂത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകത്തിന്റെ പകർപ്പ് വിതരണം ചെയ്തു. പാഠപുസ്തക അച്ചടി അട്ടിമറിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള സർക്കാർ നടപടി ചെറുക്കുക എന്നാവശ്യപ്പെട്ട് തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യയനം നടന്നുകൊണ്ടിരിക്കെ ക്ലാസ് മുറിയിൽ കയറിയാണ് പാഠപുസ്തക പകർപ്പുകൾ വിതരണം ചെയ്തത്. സ്കൂൾ അധികൃതരുടെ അനുമതി ഇല്ലാതെ റവല്യൂഷണറി യൂത്ത് ജില്ലാ കൺവീനർ NA സഫീറിന്റെ നേതൃത്വത്തിലായിരുന്നു പാഠപുസ്തക പകർപ്പുകൾ വിതരണം ചെയ്തത്. വിതരണം നിർത്തിവെക്കണമെന്ന് അധ്യാപകർ ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ വഴങ്ങിയില്ല. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി പോലീസ് പകർപ്പുകൾ വിതരണം ചെയ്യുന്നത് തടയുകയും പ്രവർത്തകരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയുമായിരുന്നു. കുന്നംകുളം തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ സമയതർക്കത്തിൽ തീരുമാനമായില്ല. RTO വിളിച്ചു ചേർത്ത ചർച്ചയിൽ ബസ്സുടമകളുടെ തർക്കം പരിഹരിക്കാൻ ആകാത്തതിനെ തുടർന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച യോഗം ചേരാൻ തീരുമാനിച്ചു. 2 ദിവസം മുൻപ് ക്രൈം ഡിറ്റാച്ച്മെന്റിൽ നടന്ന യോഗത്തിൽ തീരുമാനമാകാത്തതിനാലാണ് RTOയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയത്. RTO അനുവദിച്ച സമയക്രമം പാലിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കാൻ ചില ബസ്സുടമകൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ചർച്ചകൾ ആരംഭിച്ചത്. വിഷയത്തിൽ ഈ മാസം പരിഹാരമുണ്ടാകാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടികൾ നടത്തുമെന്ന് കേരള ബസ് ഓണേഴ്സ് ഫോറം ഭാരവാഹികൾ അറിയിച്ചു. കലാമണ്ഡലം സംഗീത അവതരിപ്പിക്കുന്ന അശോക വനികാംഗം കൂടിയാട്ടത്തിന് തൃശൂർ തെക്കേ മഠത്തിൽ തുടക്കമായി. ആശ്ചര്യചൂടാമണി നാടകത്തിലെ 5ാം അംഗമായ അശോക വനികാംഗത്തിലെ മണ്ഡോദരി പ്രവേശമാണ് 5 ദിവസങ്ങളിലായി അരങ്ങിലെത്തിക്കുന്നത്. കൂടിയാട്ടം ആചാര്യൻ കലാമണ്ഡലം രാമചന്ദ്രൻ ഭദ്രദീപം കൊളുത്തി. കൂടിയാട്ട കേന്ദ്രം ഡയറക്ടർ KK ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ പങ്കെടുത്തു. മണ്ഡോദരി പുറപ്പാടാണ് ആദ്യ ദിവസം അരങ്ങേറിയത്. മണ്ഡോദരിയായി കലാമണ്ഡലം സംഗീതയും ചേട്ടിയായി കലാമണ്ഡലം പ്രശാന്തിയും അരങ്ങിലെത്തി. വാണിജ്യം. സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വൈവിധ്യമാർന്ന ഫാൻസി ഐറ്റംസിന്റെയും ഫാഷൻ വസ്തുക്കളുടെയും വിപുലമായ ഷോറൂം മെഹന്തി മഹൽ എരുമപ്പെട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ ഫാമിലി സൂപ്പർ മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ഫാൻസി ഷോറൂമായ മെഹന്തി മഹലിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി ജോൺ നിർവഹിച്ചു. സ്ത്രീകൾക്ക് മാത്രമായി പ്രവർത്തനം ആരംഭിച്ച മെഹന്തി മഹലിൽ ഹൈദരാബാദ്, രാജസ്ഥാൻ, ഡൽഹി എന്നിവിടങ്ങളിലെ വൈവിധ്യമാർന്ന ഫാൻസി ഇനങ്ങളുടെയും ബ്രാൻഡഡ് കമ്പനികളുടെ ബ്യൂട്ടി ഐറ്റംസ്, കോസ്മെറ്റിക്സ്,
പർദ, മഫ്ത, ഇന്നർ വെയർ, ഫുഡ് വെയർ, ബാഗുകൾ എന്നിവയുടെയും മറ്റ് ഫാഷൻ വസ്തുക്കളുടെയും വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ മൈലാഞ്ചി, മുൻജണിയാൻ, അറബ്, നോർത്ത് ഇന്ത്യൻ ഡിസൈനുകളോട് കൂടിയ മെഹന്തിയും അണിയാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. പെരുന്നാൾ, വിവാഹം തുടങ്ങിയ ആഘോഷ ദിനങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ മൈലാഞ്ചിയുടെ വർണ്ണം ചാർത്താൻ മെഹന്തി മഹലിന്റെ പ്രാഗൽഭ്യമുള്ള കലാകാരികൾ നിങ്ങളുടെ വീടുകളിൽ എത്തും എന്നത് ഷോറൂമിന്റെ മാത്രം പ്രത്യേകതയാണ്. ബന്ധപ്പെടുക കംപ്ലീറ്റ് ലേഡീസ് ഫാഷൻ ഷോപ്പ്, മെഹന്തി മഹൽ ഫാമിലി സൂപ്പർ മാർക്കറ്റിന് സമീപം, എരുമപ്പെട്ടി. ഫോൺ 9562121499. വീണ്ടും പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. പുഴയ്ക്കൽ മുതൽ അമല വരെയുള്ള വാഹനയാത്ര ദുരിതപൂർണമായി. PWD അധികൃതരുടെ നിസ്സംഗതയും അനാസ്ഥയും മൂലം റോഡ് അപകടാവസ്ഥയിൽ. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്നത് 100ഓളം അന്യസംസ്ഥാനക്കാരായ രോഗികൾ. അന്യസംസ്ഥാനക്കാരായ അന്തേവാസികളെ കൈമാറാനുള്ള നടപടികൾ ഇഴയുന്നു. സംസ്ഥാനത്ത് മൃഗജനന നിയന്ത്രണ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചു. തെരുവുനായ ശല്യം ഭീഷണിയായി മാറുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പദ്ധതിയിലെ പ്രായോഗികത സർക്കാരിന് വെല്ലുവിളിയാകുന്നു. തൃശൂർ ബിഗ് ബസാർ സൂപ്പർ മാർക്കറ്റിനെതിരെ തൃശൂർ ഉപഭോക്തൃ കോടതി ഉത്തരവ്. പ്രദർശിപ്പിച്ച തുകയേക്കാൾ കൂടുതൽ തുക ഈടാക്കിയതിന് ബിഗ് ബസാർ 10,000 രൂപ നഷ്ടപരിഹാരം നൽകണം. മുസ്ലിം ലീഗിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു മാറ്റണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ. പാഠപുസ്തക വിവാദത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും രാധാകൃഷ്ണൻ. തൃശൂർ റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.